2009 ബിസിനസ് ലോകത്തെ തന്നെ ഞെട്ടിച്ചുകൊണ്ട് ഡോമിനോസ് ഒരു പരസ്യം പുറത്തിറക്കി. തങ്ങളുടെ പിസ്സയ്ക്ക് കാർഡ്ബോർഡിന്റെ രുചിയാണെന്നും സോസിന് കെച്ചപ്പിന്റെ രുചിയാണെന്നും ഉപഭോക്താക്കൾ പറയുന്ന കാര്യങ്ങൾ കമ്പനി പരസ്യമായി സമ്മതിച്ചു. ഇതൊരു ചെറിയ കാര്യമല്ല. ലോകത്തെ അറിയപ്പെടുന്ന ഒരു വലിയ കമ്പനി തങ്ങളുടെ പ്രധാന ഉൽപ്പന്നം മോശമാണെന്ന് പരസ്യമായി സമ്മതിക്കുന്നത് ബിസിനസ് ചരിത്രത്തിൽ വളരെ അപൂർവമാണ്. എന്നാൽ ആ തുറന്നു പറച്ചിലിന് ശേഷം സംഭവിച്ചത് വെറും ഒരു പാചകക്കുറിപ്പിലെ മാറ്റം മാത്രമായിരുന്നില്ല. പിസ്സ നിർമ്മിക്കുന്ന ഒരു സാധാരണ റെസ്റ്റോറന്റ് എന്നതിൽ നിന്നും സാങ്കേതിക വിദ്യയും ലോജിസ്റ്റിക്സും അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒരു വമ്പൻ ഡെലിവറി ശൃംഖലയായി ഡോമിനോസ് സ്വയം മാറി. 1960-കളിൽ അമേരിക്കയിലെ മിഷിഗണിൽ ഒരു ചെറിയ കടയിൽ നിന്ന് തുടങ്ങി ഇന്ന് ലോകമെമ്പാടും 21,500-ലധികം സ്റ്റോറുകളുള്ള ഒരു ഭീമനായി ഡോമിനോസ് വളർന്നിരിക്കുന്നു. ലോകത്തിലെ ഏറ്റവും മികച്ച രുചിയുള്ള പിസ്സ ഉണ്ടാക്കുന്നത് അവരായിരിക്കില്ല. എന്നാൽ ആ പിസ്സ ഏറ്റവും വേഗത്തിലും കൃത്യതയിലും ഉപഭോക്താക്കളിൽ എത്തിക്കുന്നതിൽ അവർക്ക് തുല്യരായി ആരുമില്ല. ഡോമിനോസ് എങ്ങനെയാണ് ഫ്രാഞ്ചൈസിംഗ്, വിതരണ ശൃംഖല, ഡെലിവറി എന്നിവയിൽ ലോകത്തെ കീഴടക്കിയത് എന്ന് നമുക്ക് പരിശോധിക്കാം. ഈ വലിയ വിജയകഥ ആരംഭിക്കുന്നത് ഡൊമിനിക് ഡെവാർട്ടി എന്ന വ്യക്തിയിൽ നിന്നാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുത്ത വലിയ സ്വപ്നങ്ങളുള്ള ഒരു വ്യക്തിയായിരുന്നു ഡൊമിനിക്. നിർമ്മാണ മേഖലയിലും മറ്റ് ബിസിനസ്സുകളിലും ഡൊമിനിക് പ്രവർത്തിച്ചിരുന്നു. ആൻ ആർബർ നഗരത്തിലെ മേയർ സ്ഥാനത്തേക്ക് വരെ ഡൊമിനിക് മത്സരിച്ചിട്ടുണ്ട്. എന്നാൽ ഡൊമിനോസിന്റെ ഈ വിജയകഥയിൽ അദ്ദേഹത്തിന്റെ പങ്ക് വളരെ ചെറുതാണ്. തന്റെ പിസ്സ കടകൾക്ക് ഡൊമിനിക് നൽകിയ പേരും പിന്നീട് അദ്ദേഹം അത് വിറ്റു എന്നതും മാത്രമാണ് ഈ കഥയിൽ ഡൊമിനിക്കിന്റെ പ്രാധാന്യം. 1960-ൽ മിഷിഗണിലെ ഇപ്സിലാൻഡി എന്ന സ്ഥലത്തുള്ള ഡൊമിനിക്സ് എന്ന പിസ്സ കട രണ്ട് സഹോദരന്മാർ ചേർന്ന് $900 വാങ്ങി. ടോം മൊണാഗൻ, ജെയിംസ് മൊണാഗൻ എന്നിവരായിരുന്നു ആ സഹോദരന്മാർ. ഇതൊരു വലിയ വിജയമാകുമെന്ന് അന്നാരും കരുതിയിരുന്നില്ല. അവർ രണ്ടുപേർക്കും ഇതൊരു പ്രധാന ജോലിയായിരുന്നില്ല. കോളേജ് പഠനത്തിനുള്ള പണം കണ്ടെത്താനാണ് ടോം ഈ ബിസിനസ്സിലേക്ക് ഇറങ്ങിയത്. ജെയിംസ് അപ്പോഴും തന്റെ പോസ്റ്റ്മാൻ ജോലി തുടരുകയായിരുന്നു. ബിസിനസ്സിലോ റെസ്റ്റോറന്റ് നടത്തുന്നതിലോ യാതൊരു മുൻപരിചയവുമില്ലാത്ത 23-21 വയസ്സുള്ള രണ്ട് ചെറുപ്പക്കാർ. അവർക്ക് മുന്നിലെ വെല്ലുവിളികൾ ഏറെയായിരുന്നു. തുടക്കകാലം അവർ പ്രതീക്ഷിച്ചതിലും വളരെ കഠിനമായിരുന്നു. കടയിൽ നിന്ന് ലാഭമൊന്നും ലഭിച്ചിരുന്നില്ല. പഠനവും പോസ്റ്റ്മാൻ ജോലിയും റെസ്റ്റോറന്റ് നടത്തിപ്പും ഒരുമിച്ച് കൊണ്ടുപോകാൻ അവർ ഏറെ പാടുപെട്ടു. ഒരു വർഷത്തിനുള്ളിൽ തന്നെ ജെയിംസിന് ഈ ബിസിനസ് മടുത്തു. തനിക്ക് ഇതിൽ നിന്ന് ഒഴിവാകണമെന്ന് അവൻ തീരുമാനിച്ചു. എന്നാൽ ടോം പിന്മാറാൻ തയ്യാറായിരുന്നില്ല. ഡെലിവറിക്കായി അവർ ഉപയോഗിച്ചിരുന്ന പഴയ ഫോക്സ്വാഗൻ ബീറ്റിൽ കാർ ജെയിംസിന് നൽകിക്കൊണ്ട് അവന്റെ പകുതി ഷെയർ കൂടി ടോം സ്വന്തമാക്കി. മുഴുവൻ ഉത്തരവാദിത്തവും ടോമിന്റെ ചുമലിലായി. കടബാധ്യതകൾ തീർക്കാൻ അവൻ രാവും പകലും കഠിനാധ്വാനം ചെയ്തു. എന്നാൽ വളരെ തിരക്കുള്ള ഒരു ഞായറാഴ്ച രാത്രിയിൽ അവനെടുത്ത ഒരു ചെറിയ തീരുമാനം ബിസിനസിനെ ഒന്നാകെ മാറ്റിമറിച്ചു. ടോമിന്റെ വാക്കുകളിൽ അത് ഇങ്ങനെയായിരുന്നു: അതൊരു ഞായറാഴ്ച രാത്രിയായിരുന്നു. ഞങ്ങളുടെ കടയിൽ ഏറ്റവും കൂടുതൽ തിരക്കുള്ള ദിവസം. അടുത്തുള്ള കോളേജ് ഹോസ്റ്റലുകളിൽ ഞായറാഴ്ചകളിൽ ഭക്ഷണം നൽകാത്തതിനാൽ വിദ്യാർത്ഥികളെല്ലാം പിസ്സ ഓർഡർ ചെയ്യും. എന്നാൽ അന്ന് പകുതി ജീവനക്കാർ മാത്രമാണ് ജോലിക്ക് വന്നത്. കട തുറക്കണമോ എന്ന് പോലും എനിക്ക് സംശയമായിരുന്നു. അപ്പോൾ ഒരാൾ പറഞ്ഞു, നമുക്ക് 6 ഇഞ്ച് വലിപ്പമുള്ള ചെറിയ പിസ്സകൾ ഒഴിവാക്കാം. ഞങ്ങൾക്കന്ന് 5 വ്യത്യസ്ത വലിപ്പത്തിലുള്ള പിസ്സകൾ ഉണ്ടായിരുന്നു. അതിൽ കൂടുതലും വിറ്റഴിച്ചിരുന്നത് 6 ഇഞ്ച് പിസ്സകളാണ്. വലിയ പിസ്സ ഉണ്ടാക്കാൻ എടുക്കുന്ന അതേ സമയം തന്നെയാണ് ചെറിയ പിസ്സ ഉണ്ടാക്കാനും ഡെലിവറി ചെയ്യാനും എടുത്തിരുന്നത്. എന്നാൽ അതിൽ നിന്ന് ലഭിക്കുന്ന ലാഭം വളരെ കുറവായിരുന്നു. അന്ന് ചെറിയ പിസ്സകൾ ഒഴിവാക്കാൻ ഞാൻ തീരുമാനിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, അന്ന് ഞങ്ങൾ സാധാരണ ലഭിക്കുന്നതിനേക്കാൾ 50% കൂടുതൽ വരുമാനം ഉണ്ടാക്കി. പെട്ടെന്ന് ഞാൻ ലാഭം ഉണ്ടാക്കാൻ തുടങ്ങി. അടുത്ത ദിവസം ഞാൻ 9 ഇഞ്ച് പിസ്സകളും ഒഴിവാക്കി. അതോടെ എന്റെ കടബാധ്യതകളെല്ലാം തീർക്കാൻ സാധിച്ചു. കാര്യങ്ങൾ ലളിതമാക്കുന്നത് കൂടുതൽ ലാഭം നൽകുമെന്ന് ഞാൻ അന്ന് പഠിച്ചു. ഈ വലിയ പാഠം ടോമിന്റെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞു. അടുത്ത കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ അയാൾ രണ്ടാമത്തെയും മൂന്നാമത്തെയും കടകൾ തുറന്നു. എന്നാൽ ബിസിനസ് വിപുലീകരിക്കാൻ തുടങ്ങിയപ്പോൾ ഒരു പ്രശ്നം നേരിട്ടു. ഡൊമിനിക്സ് എന്ന പേര് ഉപയോഗിക്കാൻ മുൻ ഉടമയായ ഡെവാർട്ടി സമ്മതിച്ചില്ല. അതിനാൽ ടോം ആ പേരിൽ ചെറിയൊരു മാറ്റം വരുത്തി. അങ്ങനെ ഡൊമിനോസ് പിസ്സ ജനിച്ചു. ഈ സമയത്താണ് ടോം കമ്പനിയുടെ ലോഗോ രൂപകൽപ്പന ചെയ്തത്. 3 കടകൾ ഉണ്ടായിരുന്നതിനാൽ 3 കുത്തുകളുള്ള ഒരു ലോഗോ അയാൾ ഉണ്ടാക്കി. പുതിയ ഓരോ കട തുടങ്ങുമ്പോഴും ഓരോ കുത്തുകൾ വീതം കൂട്ടിച്ചേർക്കാം എന്നായിരുന്നു അയാളുടെ ആശയം. ഇത് കാണിക്കുന്നത് ടോമിന്റെ അന്നത്തെ സ്വപ്നങ്ങൾ എത്ര ചെറുതായിരുന്നു എന്നാണ്. ആയിരക്കണക്കിന് കടകൾ ഉണ്ടാകുമെന്ന് അയാൾ അന്ന് സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. 60കൾ പിന്നിടുമ്പോഴേക്കും ഡോമിനോസ് വലിയ വിജയമായി മാറി. 1967-ൽ ടോം ആദ്യത്തെ ഫ്രാഞ്ചൈസി ആരംഭിച്ചു. വളരെ വേഗം തന്നെ 10-ൽ താഴെ കടകളിൽ നിന്ന് ഡോമിനോസ് 40 കടകളായി വളർന്നു. മക്ഡൊണാൾഡ്സ്, KFC തുടങ്ങിയ വമ്പൻ ഫാസ്റ്റ് ഫുഡ് കമ്പനികളുടെ മാതൃകയാണ് ടോം പിന്തുടർന്നത്. എന്നാൽ ഈ വളർച്ച അധികകാലം നീണ്ടു നിന്നില്ല. 1970കളുടെ തുടക്കത്തിൽ കമ്പനി വലിയ പ്രതിസന്ധിയിലായി. അതിവേഗത്തിലുള്ള വിപുലീകരണത്തിന്റെ അപകടങ്ങൾ ടോം തിരിച്ചറിഞ്ഞു. പുതിയതായി തുടങ്ങിയ കടകളിൽ വേണ്ടത്ര അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാനോ ഫ്രാഞ്ചൈസി ഉടമകൾക്ക് കൃത്യമായ പരിശീലനം നൽകാനോ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ഡോമിനോസ് പാപ്പരാകുന്നതിന്റെ വക്കിലെത്തി. എന്നാൽ കഠിനമായ തീരുമാനങ്ങളിലൂടെ ടോം കമ്പനിയെ തിരിച്ചു കൊണ്ടുവന്നു.
മോശമായി പ്രവർത്തിക്കുന്ന ഫ്രാഞ്ചൈസികളെ ഒഴിവാക്കുകയും കടങ്ങൾ പുനഃക്രമീകരിക്കുകയും ചെയ്തു. ഈ അനുഭവം ടോമിനെ വലിയൊരു പാഠം പഠിപ്പിച്ചു. ഫ്രാഞ്ചൈസി നൽകുന്ന രീതിയിൽ അയാൾ കർശനമായ അച്ചടക്കം കൊണ്ടുവന്നു. പിന്നീട് ഡൊമിനോസിന്റെ ഏറ്റവും വലിയ ശക്തിയായി മാറിയത് ഈ അച്ചടക്കമുള്ള പ്രവർത്തന രീതി തന്നെയാണ്. വലിയൊരു തകർച്ചയിൽ നിന്ന് രക്ഷപ്പെട്ടെങ്കിലും ടോമിന്റെ പിസ്സയുടെ രുചിയോ പ്രവർത്തന രീതികളോ ആയിരുന്നില്ല പ്രശ്നങ്ങൾക്ക് കാരണം. കഴിഞ്ഞ കാല അനുഭവങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ടോം പുതിയൊരു വളർച്ചയ്ക്ക് തയ്യാറെടുത്തു. ഈ ഘട്ടത്തിൽ ടോം ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് ഡെലിവറി സിസ്റ്റത്തിലാണ്. ഡെലിവറി വേഗത്തിലാക്കുന്നത് ഡൊമിനോസിന്റെ ഏറ്റവും വലിയ ശക്തിയാകുമെന്ന് അയാൾ വിശ്വസിച്ചു. 1973 ചരിത്രപരമായ ആ പ്രഖ്യാപനം നടത്തി. 30 മിനിറ്റ് ഗ്യാരണ്ടി. അതായത് ഓർഡർ ചെയ്ത് 30 മിനിറ്റിനുള്ളിൽ പിസ്സ എത്തിയില്ലെങ്കിൽ പിസ്സ സൗജന്യമായി നൽകും. മാർക്കറ്റിംഗ് രംഗത്ത് ഇതൊരു വലിയ വിപ്ലവമായിരുന്നു. ഉപഭോക്താക്കൾ ഇതിനു മുൻപ് ഇങ്ങനെയൊന്ന് കേട്ടിട്ടുണ്ടായിരുന്നില്ല. പിസ്സ വൈകിയാൽ സൗജന്യമായി ലഭിക്കുമല്ലോ എന്ന ചിന്തയിൽ ആളുകൾ വൻതോതിൽ ഓർഡർ ചെയ്യാൻ തുടങ്ങി. എന്നാൽ ഈ ഗ്യാരണ്ടി കമ്പനിക്കുള്ളിൽ വരുത്തിയ മാറ്റങ്ങൾ അതിനേക്കാൾ വലുതായിരുന്നു. 30 മിനിറ്റിനുള്ളിൽ പിസ്സ എത്തിക്കാൻ ഓരോ കടയിലെയും ജീവനക്കാർക്ക് വളരെ വേഗത്തിലും കൃത്യതയിലും ജോലി ചെയ്യേണ്ടി വന്നു. ഇത് കമ്പനിയുടെ പ്രവർത്തനങ്ങളെ കൂടുതൽ അച്ചടക്കമുള്ളതാക്കി മാറ്റി. ഈ സമയത്ത് ഡെലിവറി എളുപ്പമാക്കുന്നതിനായി ടോം മറ്റൊരു വലിയ മാറ്റം കൂടി കൊണ്ടുവന്നു. ഡെലിവറി ചെയ്യുമ്പോൾ പിസ്സയുടെ ചൂട് നഷ്ടപ്പെടാതിരിക്കാനും പിസ്സ കേടാകാതിരിക്കാനും ഒരു പുതിയ പിസ്സ ബോക്സ് ഡിസൈൻ ചെയ്തു. കട്ടിയുള്ള കാർഡ്ബോർഡ് ഉപയോഗിച്ച് നിർമ്മിച്ച ഈ ബോക്സ് പിസ്സയുടെ ചൂട് നിലനിർത്താനും വായു സഞ്ചാരം ഉറപ്പാക്കാനും ഒന്നിലധികം ബോക്സുകൾ ഒന്നിനു മുകളിൽ ഒന്നായി അടുക്കി വെക്കാനും സഹായിക്കുന്നതായിരുന്നു. ഇതാണ് ഇന്ന് ലോകമെമ്പാടുമുള്ള പിസ്സ കടകൾ ഉപയോഗിക്കുന്ന ബോക്സുകളുടെ മാതൃക. കൃത്യമായ ഫ്രാഞ്ചൈസി സിസ്റ്റം, മികച്ച മാർക്കറ്റിംഗ്, വേഗത്തിലുള്ള ഡെലിവറി എന്നിവയുടെ പിൻബലത്തിൽ 1978 ആയപ്പോഴേക്കും ഡൊമിനോസ് 200 കടകളായി വളർന്നു. 1983 ഡൊമിനോസിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു വർഷമായിരുന്നു. കമ്പനി 1000 കടകൾ തുറന്നു. അതുമാത്രമല്ല, കാനഡയിൽ ആദ്യത്തെ അന്താരാഷ്ട്ര സ്റ്റോർ ആരംഭിക്കുകയും ചെയ്തു. പിന്നീട് യൂറോപ്പ്, ജപ്പാൻ തുടങ്ങി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഡൊമിനോസ് വളർന്നു. അമേരിക്കൻ ജനതയ്ക്ക് വേണ്ടി തയ്യാറാക്കിയതാണെങ്കിലും ഡൊമിനോസിന്റെ ബിസിനസ് മോഡൽ ലോകത്തെവിടെയും വിജയിക്കുന്ന ഒന്നായി മാറിയിരുന്നു. 1996 ഡൊമിനോസ് ഇന്ത്യയിൽ തങ്ങളുടെ ആദ്യത്തെ കട തുറന്നു. ഡൊമിനോസിന് ഏറ്റവും അനുയോജ്യമായ ഒരു മാർക്കറ്റായിരുന്നു ഇന്ത്യ. 2014 മുതൽ അമേരിക്കയ്ക്ക് പുറത്ത് ഡൊമിനോസിന്റെ ഏറ്റവും വലിയ മാർക്കറ്റ് ഇന്ത്യയാണ്. ഇന്ന് ഇന്ത്യയിൽ മാത്രം അവർക്ക് 2000-ലധികം കടകളുണ്ട്. 2025 കണക്കുകൾ പ്രകാരം 90-ലധികം രാജ്യങ്ങളിലായി 21,500-ലധികം കടകളുള്ള ലോകത്തിലെ ഏറ്റവും വലിയ പിസ്സ കമ്പനിയാണ് ഡൊമിനോസ്. ഇന്ന് ഏകദേശം 14,500 കടകൾ അന്താരാഷ്ട്ര തലത്തിലും 7,000 കടകൾ അമേരിക്കയിലുമാണുള്ളത്. ഡൊമിനോസിന്റെ ഈ വലിയ വിജയത്തിന് പിന്നിലെ പ്രധാന കാരണം ടോം മൊണാഗൻ വികസിപ്പിച്ചെടുത്ത ഫ്രാഞ്ചൈസി സിസ്റ്റം തന്നെയാണ്. ബോസ്റ്റൺ കോളേജിൽ നടന്ന ഒരു സെമിനാറിൽ വെച്ച് മക്ഡൊണാൾഡ്സിന്റെ റേ ക്രോക്ക്, KFCയുടെ ജോൺ വൈ ബ്രൗൺ എന്നിവരെ കണ്ടതാണ് ടോമിന് ഫ്രാഞ്ചൈസി തുടങ്ങാനുള്ള പ്രചോദനമായത്. കമ്പനിയുടെ സാമ്പത്തിക റിസ്കുകൾ കുറയുകയും പ്രാദേശികമായി കടകൾ നടത്തുന്നവർക്ക് കൂടുതൽ ഉത്തരവാദിത്തം ലഭിക്കുകയും ചെയ്യുന്നു എന്നതാണ് ഇതിന്റെ ഗുണം. ഇന്ന് ലോകമെമ്പാടുമുള്ള ഡൊമിനോസ് കടകളിൽ 99% സ്വതന്ത്ര ഫ്രാഞ്ചൈസികളാണ് നടത്തുന്നത്. ബാക്കി വരുന്ന 1% കടകൾ മാത്രമാണ് ഡൊമിനോസ് നേരിട്ട് നടത്തുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ വിപുലീകരണത്തിനായി മാസ്റ്റർ ഫ്രാഞ്ചൈസികൾ എന്ന സിസ്റ്റമാണ് അവർ ഉപയോഗിക്കുന്നത്. ഒരു പ്രത്യേക രാജ്യത്തോ പ്രദേശത്തോ ഡൊമിനോസ് കടകൾ തുറക്കാനും നടത്താനുമുള്ള പൂർണ്ണ അവകാശം ഇത്തരം പ്രാദേശിക കമ്പനികൾക്ക് നൽകുന്നു. ഡൊമിനോസിന്റെ വളർച്ചയിലെ മറ്റൊരു പ്രധാന തന്ത്രമാണ് ഫോർട്രസിംഗ്. കടകൾ പരസ്പരം അകറ്റി സ്ഥാപിക്കുന്നതിന് പകരം ജനസാന്ദ്രത കൂടുതലുള്ള പ്രദേശങ്ങളിൽ അടുത്തടുത്തായി നിരവധി കടകൾ തുറക്കുന്ന രീതിയാണിത്. ഇത് ആളുകളുടെ ശ്രദ്ധ കൂടുതൽ ആകർഷിക്കാനും വളരെ വേഗത്തിൽ ഡെലിവറി നടത്താനും മറ്റ് പിസ്സ കമ്പനികളെ പിന്നിലാക്കാനും സഹായിക്കുന്നു. എല്ലാ വിജയങ്ങൾക്കുമിടയിലും 2009 കമ്പനി വലിയൊരു പ്രതിസന്ധി നേരിട്ടു. തങ്ങളുടെ പിസ്സയുടെ ഗുണനിലവാരത്തെക്കുറിച്ച് ആളുകൾക്ക് വലിയ പരാതികളുണ്ടെന്ന് കമ്പനി തിരിച്ചറിഞ്ഞു. ഇതിൽ നിന്ന് ഒളിച്ചോടുന്നതിന് പകരം വളരെ സത്യസന്ധമായി കാര്യങ്ങൾ തുറന്നു പറയാൻ ഡൊമിനോസ് തീരുമാനിച്ചു. ഈ സത്യസന്ധത ആളുകൾക്ക് കമ്പനിയോടുള്ള വിശ്വാസം വർദ്ധിപ്പിച്ചു. എന്നാൽ വെറും ഒരു രുചിമാറ്റം മാത്രമായിരുന്നില്ല അന്ന് സംഭവിച്ചത്. കമ്പനിയെ ഒന്നാകെ മാറ്റി എഴുതാനുള്ള ഒരു തുടക്കമായിരുന്നു അത്. ഒരു സാധാരണ പിസ്സ കമ്പനി എന്നതിൽ നിന്നും മാറി മികച്ച സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്ന ഒരു ടെക് ലോജിസ്റ്റിക്സ് കമ്പനിയായി ഡൊമിനോസ് മാറി. മൊബൈൽ ആപ്പുകൾ വഴിയുള്ള ഓർഡറിംഗ് അവർ ഏറ്റവും എളുപ്പമാക്കി. ഓർഡർ ചെയ്ത പിസ്സ എവിടെ എത്തിയെന്ന് കൃത്യമായി അറിയാൻ കഴിയുന്ന പിസ്സ ട്രാക്കർ സംവിധാനം ജനപ്രിയമായി. ലോകത്തെവിടെയുള്ള ഡൊമിനോസിൽ നിന്ന് കഴിച്ചാലും ഒരേ രുചി ലഭിക്കുന്ന രീതിയിൽ വിതരണ ശൃംഖല അവർ കാര്യക്ഷമമാക്കി. $900 വാങ്ങിയ ഒരു ചെറിയ കടയിൽ നിന്നും ഇന്ന് ലോകത്തെ മുഴുവൻ സ്വാധീനിക്കുന്ന ഒരു ആഗോള ബ്രാൻഡായി ഡൊമിനോസ് മാറിയിരിക്കുന്നു. ടോം മൊണാഗൻ എന്ന ചെറുപ്പക്കാരന്റെ കഠിനാധ്വാനവും വീഴ്ചകളിൽ നിന്ന് പഠിച്ച പാഠങ്ങളും കാലത്തിനൊത്ത മാറ്റങ്ങൾ ഉൾക്കൊള്ളാനുള്ള കമ്പനിയുടെ സന്നദ്ധതയുമാണ് ഈ വിജയത്തിന് പിന്നിൽ. ഭക്ഷണം ഉണ്ടാക്കുന്നതിലുപരി അത് ആളുകളിലേക്ക് ഏറ്റവും മികച്ച രീതിയിൽ എത്തിക്കുന്നതിലാണ് യഥാർത്ഥ ബിസിനസ് വിജയം ഇരിക്കുന്നത് എന്ന് ലോകത്തെ പഠിപ്പിച്ചത് ഡൊമിനോസ് ആണ്. കേവലം പിസ്സ വിൽക്കുന്നതിനപ്പുറം ലോജിസ്റ്റിക്സിലും സാങ്കേതിക വിദ്യയിലും അവർ കൈവരിച്ച ഈ നേട്ടമാണ് ഡൊമിനോസിനെ ലോകത്തിന്റെ നെറുകയിൽ എത്തിച്ചത്.